ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം ട്ടാ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നല്ലൊരു തേങ്ങ ഉരുള കട്ടി ചമ്മന്തി എന്നിട്ടാ. വെള്ളമൊന്നും ചേർക്കാതെ കണ്ട് മുളകൊക്കെ ചുട്ടിട്ട് ഇങ്ങനൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാൽ ആയിരിക്കാം നല്ല ഇഷ്ടമല്ലാണ്ടിരിക്കുക. നല്ല രുചികരമായ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുന്നതിടയിൽ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടേസ്റ്റിയായ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 5-6 ഉണക്കമുളക് കേട്ടോ. അത് ഞാൻ തീയിൽ കനലിൽ ചുട്ടെടുത്തതാണ്. വേണമെങ്കിൽ എണ്ണയിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ചുട്ടെടുക്കുന്നതാണ് ഒന്നും കൂടി ചമ്മന്തിക്ക് ടേസ്റ്റും രുചിയും മണമൊക്കെ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് മിക്സിയിലൊന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മുളകൊക്കെ ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങേൻ്റെ ഒക്കെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളക് വേറെ തന്നെ നിൽക്കും. അത് കാരണമാണ് ആദ്യം ഒന്ന് അടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി കഴുകിയിട്ട് ഇങ്ങനെ നടുക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കുനുകുനുന്നെ അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി പുളി, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയേ. നല്ല അരയാൻ പാടില്ല. ഇങ്ങനെ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക. ഇതേപോലെയൊക്കെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇങ്ങനെ നല്ല തരിതരിപ്പോട് കൂടിയിട്ട് നല്ല രുചിയുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അത്. കരിവേപ്പിൻ്റെ ഇലയുടെയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടിയൊക്കെയുള്ള നല്ലൊരു മണവും കഞ്ഞീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോഴേ ഇതിൻ്റെയൊക്കെ രുചി അറിയുള്ളൂ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഉരുള ചമ്മന്തിയാക്കണം കേട്ടോ. ഇതുപോലെ ഞാനത് മിക്സീൻ്റെ ജാറിൽ നിന്നൊക്കെ എടുത്ത് ഇതുപോലെ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ ഇത് എന്ത് ഭംഗിയല്ലേ. ഇതേപോലെ ഒരു തേങ്ങ കൊണ്ടൊക്കെ ഉരുള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാൽ ആർക്കാണല്ലേ ഇഷ്ടമല്ലാണ്ടിരിക്കുക. അപ്പോൾ ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇലയിലും കൂടി വെച്ച് കൊടുത്തു. എൻ്റെ തേങ്ങ ചമ്മന്തി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും. താങ്ക് യു.